ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് ചൂര അച്ചാറാണ്, മീനച്ചാർ. അപ്പം അതിനാവശ്യമായിട്ട് നമുക്ക് വേണ്ടത് വലിയ ചൂരയില്ലേ, ചൂരമീൻ ഒരു 1.5 കിലോയ്ക്ക് വരും. ഞാനിപ്പോൾ എടുത്തു വെച്ച മീൻ കട്ട് ചെയ്തത് വീഡിയോ എടുത്തില്ല, അതാണ് കാണിക്കാത്ത. അപ്പോൾ ഈ ഒരു മീൻ കട്ട് ചെയ്ത് ചെറുതായിട്ട് അച്ചാറിന് വേണ്ട പാകത്തിന് അരിഞ്ഞ് വെച്ചതാണ്. അതിലേക്ക് നമ്മൾ 2-3 സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ വേണ്ട, ഒരു 1/2 സ്പൂണൊക്കെ ഇട്ട് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കണം. പൊരിക്കാൻ മീൻ നമ്മൾ പൊരിക്കാൻ എങ്ങനെ എടുക്കോ അതേ പരുവത്തിന് അച്ചാറിനും വേണ്ടിയാണ് പൊരിച്ച് കോരുന്നത്. അപ്പോൾ ഇനി അത് നമ്മൾ മിക്സ് ചെയ്യണം നന്നായിട്ട്. മസാല എല്ലാം കൂടി മീനിൽ പിടിക്കണം. പാകത്തിന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ മീൻ കട്ട് ചെയ്ത് ആ ടൈമിലൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അല്ലെങ്കിൽ മീൻ എത്ര സൈസ് കറക്റ്റ് 1 കിലോയും കുറച്ചും കൂടി ഉള്ള മീനാണ്. പിന്നെ നമുക്ക് അച്ചാറിന് ഒരു പുളി വേണ്ടേ, അതിനുവേണ്ടി പുളി വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ചൂരയ്ക്ക് ഒരു അച്ചാറുകൾക്ക് പുളിപ്പല്ലേ മീൻ. അപ്പോൾ മീൻ അച്ചാറിൽ നമ്മൾ പുളിക്ക് വേണ്ടി വിനാഗിരിയോ അല്ലെങ്കിൽ പുളിയുടെ വെള്ളമോ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പൊരിക്കാൻ പാകത്തിന് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. പൊരിച്ച് കോരല്ലേ, അതിൻ്റെ എണ്ണ കുറച്ച് ആവശ്യം. ഈ എണ്ണയിൽ തന്നെ നമുക്കിനി ബാക്കി ചേരുവകളൊക്കെ ചേർത്ത് അച്ചാറിനും റെഡിയാക്കാം. ഇനി നമ്മൾ ഇരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കണം എണ്ണ ചൂടായതിന് ശേഷം. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഇങ്ങനെ ചെയ്ത് നോക്കണേ എല്ലാവരും. നല്ല ടേസ്റ്റ്. നമുക്ക് ഇതേ മോഡലിൽ തന്നെ ബാക്കിയുള്ള മീൻ അച്ചാറുകളൊക്കെ ഇടാം. മറ്റേ കൊച്ചു മീൻ, ചെറിയ മീനുകളില്ലേ, മറ്റേ കൊഞ്ച്, നമ്മുടെ ഇവിടെയൊക്കെ കൊഞ്ചെന്നാണ് പറയുന്നത് അതിന്. ചെമ്മീൻ ഇടാം. പിന്നെ വേറെ എന്തൊക്കെയോ മീനില്ലേ നമുക്ക് അച്ചാറിടാൻ പറ്റിയ, അതൊക്കെ ഇടാം ഇതേ മോഡലിൽ. ഞാനല്ല ഇടുന്ന, മാമിയാണ് ഇടുന്നത്. ഞാനും പഠിച്ചു, ഇത് കണ്ടൊക്കെ തന്നെയാണ് ഞാനും പഠിച്ചത്. നല്ലൊരു ടേസ്റ്റിൽ മാമി അച്ചാറിടും. അപ്പോൾ ഇത് നന്നായിട്ട് മൊരിഞ്ഞ് വരണം. നമുക്ക് ചെറിയ ഒരു ഇത് മാത്രമല്ല, നല്ല മൊരിച്ച് തന്നെ എടുക്കാം. ഒരുപാട് ഡ്രൈ ആക്കണ്ട, കാരണം അച്ചാറിൽ ചതച്ചതായി പോകുന്നത് കൊണ്ട് മാത്രം മൊരിച്ചെടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ വെന്തൊരുമാതിരി കുഴഞ്ഞ പരുവത്തിനാവും. ഇതേ പരുവത്തിനാക്കി എടുക്കണം. നല്ല ഫ്രൈ ആക്കില്ലേ, അതേ പരുവത്തിനാക്കി എടുക്കണം. ഇപ്പം നമ്മളിത് കോരാറായിട്ടുണ്ട്. ഇതിന് അടുപ്പത്തുനിന്ന് കോരി എടുക്കാം. ഈ 2 ട്രിപ്പായിട്ട് ഇട്ടാലേ പറ്റത്തുള്ളൂ കേട്ടോ, ഒറ്റ ഇതിൽ നിന്നില്ല. ഇനി രണ്ടാമതും കൂടി ഈ എണ്ണയിൽ തന്നെ നമുക്ക് ഇരിക്കുന്ന ബാക്കി മീനും കൂടി ഫ്രൈ ചെയ്തെടുക്കണം. എനിക്ക് ഇത്ര മീനില്ല എന്നുണ്ടെങ്കിൽ, കുറച്ച് മീനേ ഉള്ളെന്നുണ്ടെങ്കിൽ ബാക്കി അതിലുള്ള ചേരുവ പൊരിക്കുന്നതിന് ഇത്രയ്ക്ക് മസാല. നമ്മൾ വീട്ടിൽ മീൻ പൊരിക്കാൻ നമുക്കൊരു മീൻ എത്രയുണ്ട് പൊരിക്കാൻ അളവ്, ആ മസാലകൾ കണക്ക് ചേർത്താൽ മതി. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ അതിന് വിരവുമ്പോൾ ഒരു പാകത്തിന് കിട്ടത്തില്ല, അതേ പാകത്തിന് ചേർത്തെടുത്താൽ മതി. പിന്നെ നമ്മൾ അച്ചാറിന് വേറെ മുളക് പൊടിയൊക്കെ ചേർക്കണം. അപ്പോൾ ഇനി ബാക്കി മീനും കൂടി ഞാനതിൽ ഇട്ടിട്ടുണ്ട്. ബാക്കി മീൻ നമുക്ക് മസാല ഒക്കെ നല്ല പിടിച്ച് ഇരിക്കുകയാണ് കേട്ടോ. അതൊക്കെ വേണമെങ്കിൽ കുറേ, ഇതിപ്പോൾ ടൈമില്ല, നമ്മൾ ഒരുപാട് ടൈം മസാല തേച്ചൊന്നും വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ പൊരിച്ച് 2 ട്രിപ്പും പൊരിച്ച് കോരിയിട്ടുണ്ട്. ഇനി കുറച്ച് ഓയിൽ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഓയിൽ കുറഞ്ഞു, ഈ പൊരിച്ചതൊക്കെ കോരിയപ്പോൾ ഓയിൽ കുറഞ്ഞതുകൊണ്ട് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചെന്നേ ഉള്ളൂ. കടുക് ഇട്ട് കൊടുക്കാം. പാകത്തിന് കടുക് ഇട്ടാൽ മതി കേട്ടോ. കുറച്ച് കടുക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഉലുവയില്ലേ, വറുത്ത ഉലുവയില്ലേ, മുഴുവൻ ഉലുവ, അതും കൂടി കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുക അതിൽ. അപ്പോൾ അത് രണ്ടും കൂടി ഒന്ന് പൊട്ടണം. എണ്ണയിൽ കിടന്ന് മൂത്തിട്ട് നല്ല രീതിയിൽ അതൊന്ന് പൊട്ടി വരും. അപ്പോൾ നല്ല ചൂടായി നല്ല പൊട്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു നല്ല മണമൊക്കെയാണ് ഈ കടുക് പൊട്ടുന്ന സമയത്ത്. ഇനി നമുക്ക് വറ്റൽമുളക്, കടമുളക് ഇല്ലേ, ആ വറ്റൽമുളക് കുറച്ചൊന്ന് പിച്ചിട്ട് കൊടുക്കണം.
ഈ വറ്റൽമുളക് ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കണം. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്ന ഇഞ്ചി, ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി, ചെറുതായിട്ട് തന്നെ അരിയണം കേട്ടോ. മീനച്ചാറിന് നമ്മൾ ചതക്കിയൊന്നുമല്ല ചെയ്യാനുള്ള, ചെറിയ പൊടിയായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചേക്കണം ഇഞ്ചി. പിന്നെ ചെറുതായിട്ടരിഞ്ഞ ഈ ഇഞ്ചി മൊത്തം ഇട്ടതിന് ശേഷം നമുക്ക് അടുത്ത ചേരുവ ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ടുടനെ പെട്ടെന്ന് ഇടാൻ നിൽക്കുക, കുറച്ചൊന്നൊന്ന് വാടട്ടെ. ഇഞ്ചി അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് എണ്ണയിൽ ഇട്ട് കുറച്ചൊന്ന് സെറ്റായാൽ മതി. കുറച്ച് നന്നായിട്ട് വഴറ്റി ഇതൊരുപാട് ടൈം എനിക്കത് കട്ട് ചെയ്ത് ഒന്ന് വീഡിയോയിൽ കട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. ഇതിങ്ങനെ വറുത്ത് കോരണത് ഒരുപാട് ടൈം വീഡിയോയിൽ കാണിക്കേണ്ടി വന്നു. അതെനിക്ക് വോയിസ് കൊടുത്തപ്പോൾ എനിക്കതൊരു ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ കാണുന്നവർക്ക് എനിക്ക് മനസ്സിലായി. എന്ന് വെച്ചാൽ ഇത്രയും ടൈം എടുത്ത് എൻ്റെ വീഡിയോ കാണേണ്ടി വരുമെന്ന് എനിക്കറിയാം. അത് കട്ട് ചെയ്യാൻ പറ്റാതായിപ്പോയി, എനിക്കത് അറിയില്ലായിരുന്നു. അടുത്ത പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി ഒന്ന് വാടിയതിന് ശേഷം പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് വെളുത്തുള്ളി, ചെറിയ ഉള്ളി അല്ല കേട്ടോ, വെളുത്തുള്ളി ഒരു ചെറുതായിട്ട് അരിഞ്ഞ. ഇത് എത്ര വേണമെന്ന് ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. ഒരു 2-3 അല്ലി മുഴുവനില്ലേ, അത്രയും വേണം. ഒരു 3 അല്ലിയെങ്കിലും മുഴുവനെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ഇത്രയും വേണം, എങ്കിലേ അത് ഇത്രയും അളവ് കിട്ടത്തുള്ളൂ. ഇഞ്ചി ഒരു ഇഞ്ചിയോളം എടുത്താൽ മതി. അടുത്ത ചെറിയ ഉള്ളി ഒരു 5-6 എണ്ണമൊക്കെ എടുത്ത് പൊടിയായിട്ട് അരിഞ്ഞതാണ്. ഇനി നമ്മൾ കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കരിവേപ്പില എൻ്റെ ഇല്ലായിരുന്നു, കുറച്ച് ആ തൈയിൽ നിന്ന് എടുത്താണ്, അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു. അടുത്ത നല്ല ഈ കളർ മാറിയുന്നവര് ഇടണം. ഇപ്പം നല്ല കളർ മാറി വന്നിട്ടുണ്ട്, പാടി കുറച്ചൊന്ന് ട്രൈ ചെയ്ത് നമുക്ക് പൊടികളിട്ട് കൊടുക്കാം. ഫസ്റ്റ് മഞ്ഞൾപ്പൊടി കുറച്ചൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഇട്ടാൽ മതി കേട്ടോ. ഒരുപാട് മഞ്ഞൾപ്പൊടി ആയാലും അതിൻ്റെ ഒരു മഞ്ഞ കളറ് മുന്നതി നിൽക്കും. അത് കഴിഞ്ഞ് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 2-3 സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ എൻ്റെ കാശ്മീരി ആയതുകൊണ്ടാണ് കുറച്ചിട്ട് കൊടുക്കണം, കളർ നല്ല കാണും. അടുത്ത മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂൺ മതി. ഒരുപാടായ അതിൻ്റെ മല്ലിക്കുത്തൽ വരും, അപ്പോൾ 2 ടീസ്പൂൺ മതി. ഇനി നമുക്ക് പൊടികളുടെ പച്ചമണം ഇത്തിരി ഒന്ന് വഴറ്റി കൊടുക്കണം. നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാനുള്ളൂ. ചൂര അച്ചാറിടാൻ ഇത്തിരി ഒന്ന് ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്കെല്ലാം ചേരുവകൾ ചേർക്കണം. ബാക്കി അച്ചാർ വെക്കുന്ന അത്രയും വേണ്ടല്ലോ. അപ്പോൾ തന്നെ നല്ലൊരു മണം, ആ മീനൊക്കെ പൊരിച്ച് വെച്ചതിൻ്റെ എല്ലാ മണം അങ്ങ് വരുന്നുണ്ട് കേട്ടോ. ഇനി പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അവരവർക്ക് വേണ്ട, ചിലർക്ക് ഉപ്പ് കൂടുതൽ വേണം, ചിലർക്ക് ഉപ്പ് കുറച്ച് മതി. എങ്കിലും അച്ചാറിന് കുറച്ചൊന്ന് ഉപ്പ് മുന്തി നിൽക്കുന്നതാണ് എപ്പോഴും ടേസ്റ്റ്. പിന്നെ നമ്മൾ പുളിപ്പിനായി എടുത്ത് വെച്ച പുളിവെള്ളം എടുത്തൊഴിച്ചിട്ടുണ്ട്. പുളിവെള്ളം കണക്കിനൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആ പുളിപ്പും കൂടെ ഉണ്ടെങ്കിൽ അച്ചാറിനൊരു ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് നന്നായിട്ടൊന്ന് മാറ്റിവിടുക. പുളിവെള്ളത്തിൽ ചൂടുവെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. അരപ്പച്ചാറ് വേണം, ചാറ് പരുവത്തിന് വേണം. അപ്പം അതനുസരിച്ചൊരു
1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഒരു പാകമൊക്കെ നോക്കണം, ആ ഉപ്പും രസമൊക്കെ ഒന്ന് നോക്കി വെക്കണം. അപ്പോൾ നല്ല ടേസ്റ്റ് എങ്ങനെയൊക്കെയാണ്, ഉപ്പ് കുറവുണ്ടോ അല്ലെങ്കിൽ കൂടുതലിടണോ എന്നൊക്കെ അന്നേരം നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ. അപ്പോൾ അത് തിള വന്നിട്ടുണ്ട്, നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. അപ്പോൾ തിള വരുന്ന ടൈമിൽ നമുക്ക് പൊരിച്ച് കോരിയിരിക്കുന്ന ആ മീനെടുത്ത് കുറേശ്ശെ എടുത്ത് അതിലേക്ക് ചാറിലേക്ക് ഇടാം. കുറേശ്ശെ എടുത്ത് എല്ലാ മീനും കൂടി അതിലിടണം. ആ മീൻ ഇടുമ്പോൾ തന്നെ ആ മീനിലിരിക്കുന്ന എണ്ണയും ആ മീനിൻ്റെ ടേസ്റ്റ് എല്ലാം കൂടി ആ ചാറിൽ വന്ന് ഭയങ്കരമായ ടേസ്റ്റ്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള അച്ചാറാണ് കേട്ടോ ഈ മീനച്ചാർ. നല്ല ഇഷ്ടമാണ്, ഇവിടെ മക്കൾക്ക് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് അവർക്ക് എരിവ് അധികം ഇഷ്ടം അല്ലെന്നുണ്ടെങ്കിലും ഇതിൽ എരിവുണ്ടെങ്കിലും അവരെങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അതും കഴിച്ചോളും. നല്ല ഉണ്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് കുറച്ചൊന്ന് തിളയ്ക്കട്ടെ. നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഇന്നത്തെ ദിവസം പുറത്ത് വെച്ചതിന് ശേഷം നാളെയൊക്കെ നമുക്കൊരു ദിവസം പുറത്ത് വെച്ചതിന് ശേഷം പിറ്റേന്ന് നമുക്കതെടുത്ത് ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കാം. കാരണം ഒരു മീനായതുകൊണ്ട് നമുക്കത് പുറത്ത് ഒരുപാട് ദിവസം സൂക്ഷിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി ആ മീനിൻ്റെ ആ രുചിയും എല്ലാം കൂടി ഈ ചാറിലേക്ക് പിടിക്കും. നല്ല ടേസ്റ്റായിട്ട് നല്ല എണ്ണയൊക്കെ നല്ല മേളിൽ ഇങ്ങനെ ഊറിയിട്ട് ഇങ്ങനെ തിളയ്ക്കുമ്പോൾ കാണാം. ഈ ഒരു നിറവും ഈ ഒരു കളറും ഒക്കെ ആവും. പിന്നെ നമുക്ക് ലാസ്റ്റ് കുറച്ചൊന്ന് ഈ ഉലുവ പൊടിച്ചൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം, വേണമെന്നില്ല. പക്ഷെ നമ്മളിവിടെ ഇട്ട് കൊടുക്കും. ഉലുവ വറുത്ത് പൊടിച്ചതില്ലേ, അതൊന്ന് കുറച്ച് പാകത്തിന് ഇട്ട് കൊടുത്താൽ മതി, ഒരു പിടി. പിന്നെ കായപ്പൊടി, ഇത് അച്ചാറിന് എല്ലാവരും ഇടുന്ന ഒന്നാണ് കായപ്പൊടി. അത് ലാസ്റ്റ് നമ്മളൊന്ന് ഇട്ട് കൊടുക്കണം. പാകത്തിന് കായപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് വിനാഗിരിയും കുറച്ചൊഴിക്കാം, വേണമെന്നുള്ളവർക്ക് ഒഴിച്ചാൽ മതി കേട്ടോ. ചിലർക്ക് വിനാഗിരി ഒഴിക്കുന്ന അച്ചാറിലൊന്നും വിനാഗിരി ചേർക്കുന്നതൊന്നും ഇഷ്ടമല്ല, ഹെൽത്തിനൊന്നും അത് ഇഷ്ടമല്ലാത്തവരുണ്ട്. അപ്പം വിനാഗിരി ചേർക്കണ്ട. ഇപ്പം വേണമെന്നുള്ളവർക്ക് കുറച്ചൊന്ന് വിനാഗിരി ലാസ്റ്റ് ഒന്ന് കുറച്ച് മതി, ഒന്ന് ഒഴിച്ചു കൊടുക്കാം. മിക്സ് ചെയ്ത് ഇനി ഓഫാക്കാം കേട്ടോ. നമുക്ക് ഓഫാക്കി വയ്ക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിന് എടുക്കണം, ചാറെല്ലാം ഇങ്ങനെ ഒരു കുഴ ഒരു പരുവത്തിന് എടുക്കണം. കണ്ടോ, നല്ല ടേസ്റ്റിൽ ഇങ്ങനെ ഇതേപോലെ ഇരിക്കും. ചൂരച്ചാറിട്ടാലും മീനച്ചാറിട്ടാലും. ഞാൻ കുറച്ചൊന്ന് ബൗളിൽ കോരിയാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എൻ്റെ കമൻറ്റിൽ അറിയിക്കാം. ഇഷ്ടമായെങ്കിൽ പ്രത്യേകം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ സപ്പോർട്ട് ചെയ്യണം. കണ്ടോ ഇങ്ങനെ ഇതേ രീതിയിൽ ഇരിക്കും അച്ചാറ്. നല്ല ടേസ്റ്റിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയാണ് പറഞ്ഞു തന്നത്. എല്ലാവരും ഒന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അറിയിക്കണം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ അറിയിക്കാം. കണ്ടോ, നല്ല ടേസ്റ്റിൽ കിടത്തുന്ന ചൂര അച്ചാർ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.